ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയൊരു വീക്ക് തുടങ്ങുകയാണ്. സോ നമ്മുടെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യുന്നു. ശേഷം നമ്മുടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ആൻഡ് ഇന്ന് ഫോക്കസിലുള്ള സ്റ്റോക്സ്, ന്യൂസ് ബേസ്ഡ് സ്റ്റോക്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ ഓവറോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ടോട്ടലി ഒരു എന്താ പറയുക റെഡ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഡോ ജോൺസ് ആൻഡ് S&P 500 നാസ്ഡാക്ക് സ്ലൈറ്റ്ലി പോസിറ്റീവ്നെസ് കാണിക്കുന്നുണ്ടായിരുന്നു ക്ലോസിംഗ് സമയത്ത്, ബട്ട് നമുക്കത് പ്രതീക്ഷിച്ച് നിൽക്കാൻ കഴിയില്ല. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി നെഗറ്റീവാണ്. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി ഓൾസോ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഒരു 45 പോയിൻറ്റ്സ് ഡൗൺ ആണ്. സോ നമുക്കും ഒരു നെഗറ്റീവ് ടു ന്യൂട്രൽ ഓപ്പണിംഗ് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ജാപ്പനീസ് മാർക്കറ്റ് 31 ഒക്ടോബർ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ബാക്കി ഏഷ്യൻ മാർക്കറ്റ്സിലും ആ ഒരു ചെറിയ ന്യൂട്രൽ മൈൻഡ് സെറ്റിലാണ് പോകുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. വലിയ നെഗറ്റീവും അല്ല ന്യൂട്രലും അല്ല. സോ ഈ ഒരു രണ്ടും ഇടകലർന്ന ഒരവസ്ഥയിലാണ് ടോട്ടൽ മാർക്കറ്റ്സ് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ കൊമോഡിറ്റീസ് നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് അപ്സൈഡ് ആണ്, ആൻഡ് ഗോൾഡ് ഡൗൺ ആണ്, ആൻഡ് ക്രൂഡ് ഓയിൽ ഈസ് സ്ലൈറ്റ്ലി പോസിറ്റീവ്. സോ അപ്പം ഇന്ന് ടോട്ടലി ഒരു ഓവറോളിൽ നമുക്ക് മൺഡേ കൂടെ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ബേസിക്കലി നമുക്ക് ചെറിയൊരു മേ ബി ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് കണ്ട ശേഷം മാത്രമേ ഒരു റിക്കവറി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഞാനും അങ്ങനെ ആയിരിക്കും എൻ്റെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുന്നത്. അതിന് നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലോട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ബേസ് നിലവിൽ എന്താ പറയുക ഭയാനകമായ രീതിയിലൊന്നും അല്ലെങ്കിൽ പോലും ലൈറ്റ്ലി ഒരു സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന സ്ട്രക്ചറാണ് മാർക്കറ്റ് നമുക്ക് തന്നത്. മാർക്കറ്റിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ഡൗൺ അപ്സൈഡ് മൊമെൻറ്റം തന്ന ശേഷം എന്തായാലും ഒരു ഡൗൺ സൈഡ്, ഒരു ഹയർ ഹൈ തന്ന ശേഷം എന്താ പറയുക മാർക്കറ്റ് ഒരു ചെറിയ ഡൗൺ സൈഡ് എന്തായാലും വരാതിരിക്കത്തില്ല. സോ മാർക്കറ്റ് ടോട്ടലി നോക്കുകയാണെങ്കിൽ 25,711 വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർലി ഒരു മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ആനലിസ്റ്റിക്സ് ആണ് കാണാൻ കഴിഞ്ഞത്. അതിന് 15 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് പോലെ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ 25,560 ഈ ഒരു സോണാണെങ്കിൽ മേ ബി എത്തിക്കഴിഞ്ഞാൽ മേ ബി ബയേഴ്സിന് ഒരു കൺട്രോളിലേക്ക് മാർക്കറ്റിനെ എടുക്കാനുള്ളൊരു പോസിബിലിറ്റി ഈ ഒരു ഏരിയയിലുണ്ട്. 25,480 ടു 25,590. സോ ഈ ഒരു ഏരിയയിൽ മേ ബി ബയേഴ്സിൻ്റെ കൺട്രോളിലാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു ക്ലാസിക് എന്താ പറയുക ബ്രേക്ക് ഡൗൺ നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ 25,320 എന്നുള്ള സോണിലായിരിക്കും ഡിമാൻഡ് ഏരിയാസ് ഉള്ളത്. സോ ഈ രണ്ട് ഏരിയാസാണ് ഞാൻ ബേസിക്കലി ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് മാർക്കറ്റ് ഇതിന് താഴെ ഇടിയുവാണെങ്കിൽ മാത്രമേ ഞാൻ പേടിക്കേണ്ട അവസ്ഥ ഉണ്ടെന്ന് പറയത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് എന്താ പറയുക ഒരു പുൾ ബാക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആൻഡ് മാർക്കറ്റ് ഇതെല്ലാം ഈ ഒരു പ്രതീക്ഷകൾക്കപ്പുറം അപ്സൈഡാണ് പോകുന്നതെങ്കിൽ ഫസ്റ്റ് ഒരു സെല്ലേഴ്സിൻ്റെ കൺട്രോളിൽ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 25,950 ഒരു ടോട്ടലി ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് നേരിടാൻ സാധ്യതയുണ്ട്. കാര്യം ഒരു ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിൽ സെല്ലേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം ഇവിടുത്തെ ക്യാൻഡിൽ സ്റ്റിക്സ് എങ്ങനെയാണ് ടോട്ടലി ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ട് വന്നൊരു പ്ലേസ് ആണ്. ആൻഡ് അടുത്ത സോൺ 26,000 ആണ്. ഈ രണ്ട് സോൺസിലും സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ മാർക്കറ്റ് വന്ന ശേഷം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത നിഫ്റ്റി ബാങ്കും കൂടെ നമുക്ക് നോക്കാം. നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിലും സ്ട്രക്ചർ ബേസ് ഞാൻ 15 മിനിറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. 15 മിനിറ്റ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് നിഫ്റ്റി ബാങ്കിലും സ്ട്രക്ചറലി ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിലുണ്ട്. ആൻഡ് നിയർ ബൈ ഫസ്റ്റ് ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് 57,414 ആണ്. അപ്പം ബയേഴ്സിന് കൺട്രോൾ എടുക്കണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് 57,400 എന്നുള്ള റേഞ്ചിൽ നിന്നായിരിക്കണം ഫസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ അറ്റംപ്റ്റ് ബ്രേക്ക് മീൻസ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു സെല്ലിംഗ് പ്രഷർ പ്രതീക്ഷിക്കേണ്ട സോൺ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. 58,230 എന്നുള്ള റേഞ്ചിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം 3 പ്രാവശ്യം അവിടെ നിന്ന് സെല്ലേഴ്സ് കൺട്രോൾ എടുത്ത സ്ഥലമാണ്. സോ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ മാർക്കറ്റിന് മേ ബി ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ ആൻഡ് ദിസ് ഹൈ 58,570 എന്നുള്ള റേഞ്ച്, ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ബുള്ളിഷ്നെസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ 58,590 എന്നുള്ള ഏരിയ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഒരു ബൈയിങ് പ്രഷർ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ന്യൂട്രൽ മൈൻഡ് സെറ്റിൽ ഞാൻ നിഫ്റ്റിയെ വച്ച് കാണാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ ഒരു ഗ്രീൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഡിമാൻഡ് ഏരിയാസ് ആണ് 56,950 ആൻഡ് 56,560. ഇപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ബേറിഷിലേക്ക് പോകും. അല്ലാത്ത പക്ഷം ഞാനൊരു പുൾ ബാക്ക് എന്നുള്ള രീതിയിൽ ഒരു ന്യൂട്രൽ മൈൻഡ് സെറ്റിലായിരിക്കും നിഫ്റ്റിയെ വച്ച് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫോക്കസിലുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്. ആൻഡ് എല്ലാവരും ഇത് മൊത്തം കാണാൻ ശ്രമിക്കുക. കുറച്ച് സ്റ്റോക്സിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, കുറച്ച് സ്റ്റോക്സിൻ്റെ റിസൾട്ട് വരാനുണ്ട്. എയർടെൽ, ടാറ്റ കമ്പനി, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്,
പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ACME സോളാർ, അജന്ത ഫാർമ, അംബുജ സിമെന്റ്, TBO ടെക്, ഭാരതി ഹെക്സാകോം, സിറ്റി യൂണിയൻ ബാങ്ക്, ഗ്ലാൻഡ് ഫാർമ, JK പേപ്പർ, ഹിറ്റാച്ചി എനർജി ഇന്ത്യ, സ്റ്റോക്ക് ക്രാഫ്റ്റ്, ടിംകെൻ, വെബ്സോൾ, വെബ്സ് ലൈഫ്, പിന്നെ വോക്ഹാർഡ്. ഇപ്പോൾ ഇത്രയും സ്റ്റോക്സിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ആൻഡ് ക്വാർട്ടർലി ഏർണിംഗ്സ് വന്ന സ്റ്റോക്സിലാണെങ്കിൽ BPCLനാണ് നല്ലൊരു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. BPCLൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ 2297 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 6191 കോടിയിലേക്ക് ഈ ക്വാർട്ടറിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ബെറ്റർ. ആൻഡ് ബാങ്ക് ഓഫ് ബറോഡയുടെ ആണെങ്കിൽ പ്രോഫിറ്റ് ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ ടാറ്റ കെമിക്കൽസിനും ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി സിങ്ക് ചെയ്തിട്ടുണ്ട്, മീൻസ് കുറഞ്ഞിട്ടുണ്ട്. 77 കോടിയിൽ നിന്ന് 194 കോടിയിൽ നിന്ന് 77 കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെയും പ്രോഫിറ്റിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. 491 കോടിയിൽ നിന്നും 459 കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. JK സിമെന്റിനാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. സെൻസർ ടെക്നോളജീസിനും പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതും നല്ല ന്യൂസസ് ഒരുപാടുണ്ട്. ആസാദ് എഞ്ചിനീയറിംഗ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ള സ്റ്റോക്കാണ്. അതിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. മഹീന്ദ്ര ലൈഫ് സ്പേസിലും പോസിറ്റീവ് ആണ്, പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതായത് മഹീന്ദ്ര ലൈഫ് സ്പേസിന് പ്രത്യേകത 14 കോടി ലോസിൽ നിന്നാണ് 47 കോടി പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. സോ പോസിറ്റീവാണ്. ആൻഡ് നോസിലിനാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് സ്കെഫ്ലർ ഇന്ത്യയിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. RR കബാൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. സോ വളരെ പോസിറ്റീവാണ് RR കബാലിലൊക്കെ ന്യൂസ് എന്ന് പറയുന്നത്. ആൻഡ് LG ബാലകൃഷ്ണ ആൻഡ് ബ്രദേഴ്സിലും പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പോസിറ്റീവ് ഫോർ LG ബാലകൃഷ്ണ ആൻഡ് ബ്രദേഴ്സ്. സ്റ്റോക്ക് ശ്രദ്ധിച്ചോളം LG ബാലകൃഷ്ണ ആൻഡ് ബ്രദേഴ്സ് ആണ്, LG അല്ല. ഓക്കെ. ആൻഡ് മഹീന്ദ്ര ഹോളിഡേയ്സ് ആൻഡ് റിസോർട്സിനാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പോസിറ്റീവാണ്. ആൻഡ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ കുറഞ്ഞിട്ടുണ്ട്. ബാലകൃഷ്ണ LG ബാലകൃഷ്ണ ആൻഡ് ബ്രദേഴ്സിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ കൂടിയിട്ടുണ്ട്. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ കുറഞ്ഞിട്ടുണ്ട്. സോ രണ്ടും മാറി മാറി പോകരുത്. നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടും മാറി മാറി പോകാതെ ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. ഓക്കെ. പിന്നെ ഫീനിക്സ് മിൽസും മെഡ് പ്ലസിനുമാണ് ബോത്ത് ഓഫ് ദമിൽ എന്താ പറയുക പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് പറഞ്ഞാൽ നമ്മുടെ ബാബ രാംദേവിൻ്റെ പതഞ്ജലിയിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇൻക്രീസ് കാണിക്കുന്നുണ്ട്. 308 കോടിയിൽ നിന്ന് 516 കോടിയിലേക്ക് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. റവന്യൂവിലാണെങ്കിൽ 8101 കോടിയിൽ നിന്ന് 9798 കോടിയിലേക്ക് പതഞ്ജലി ഫുഡ്സ് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ എന്താ പറയുക മന്ത്ലി ഓട്ടോ സെയിൽസ് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട് ഓരോ കമ്പനികളുടെയും. അതും പ്രധാനപ്പെട്ട ന്യൂസസ് ആണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ആൻഡ് മാരുതി സുസുക്കി, ഹുണ്ടായി മോട്ടോഴ്സ്, ടാറ്റ മോട്ടോഴ്സ്, പാസഞ്ചർ വെഹിക്കിൾസ്. അപ്പോൾ ഇവർക്കെല്ലാം ഉണ്ടായ ഒരു മെയിൻ കാര്യമെന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് ആൻഡ് ഡൊമസ്റ്റിക് സെയിൽസിനും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. മാരുതി സുസുക്കിക്കും ഹുണ്ടായിക്കും ആൻഡ് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളിനും എല്ലാം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ആൻഡ് M&M ഓട്ടോയ്ക്കും ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. 25.6% ജമ്പാണ് സെയിൽസിലുണ്ടായിരുന്നത്. അതായത് 95,658 യൂണിറ്റ് വിറ്റുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ. ഈ ഒക്ടോബർ ആയപ്പോഴത്തേക്ക് അത് 1.2 ലാക്ക് യൂണിറ്റ്സ് ആയിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ ഒക്ടോബർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒക്ടോബറിലെ എന്താ പറയുക ടോട്ടൽ സെയിൽസ് ജംസ് പോസിറ്റീവാണ്. ആൻഡ് M&M ട്രാക്ടറിൻ്റെ ആണെങ്കിലും തന്നെ ട്രാക്ടറിൻ്റെ ഡൊമസ്റ്റിക് സെയിൽസും ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതും പോസിറ്റീവ് ന്യൂസാണ്. ആൻഡ് എക്സ്പോർട്ട് ഓൾസോ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഐഷ മോട്ടോഴ്സ് ആണെങ്കിൽ റോയൽ എൻഫീൽഡിന് ഫെസ്റ്റീവ് സീസണായിട്ട് ബന്ധപ്പെട്ട് 2.49 ലക്ഷം മോട്ടോർ സൈക്കിൾസ് ആണ് അവർ ഒക്ടോബർ മാസത്തിൽ വിറ്റത്. സോ ആലോചിക്കുക എന്തോരം റോയൽ എൻഫീൽഡുകളാണ് മാർക്കറ്റിലേക്ക് ഒഴുകാൻ പോകുന്നതെന്ന്, മീൻസ് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ദാറ്റ്സ് പോസിറ്റീവ്, ടോട്ടലി പോസിറ്റീവാണ്. ആൻഡ് ഐഷ മോട്ടോഴ്സിൻ്റെ ടോട്ടൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ 7,112 യൂണിറ്റിൽ നിന്നും 8,050 യൂണിറ്റിലേക്ക് സെല്ലിംഗ് നടന്നു എന്നുള്ളത് പോസിറ്റീവാണ്. പിന്നെ TVS മോട്ടോർ കമ്പനിയുടെ നമുക്കൊന്ന് പരിശോധിക്കാം. ടോട്ടൽ സെയിൽസ് സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. 2 വീലർ സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഡൊമസ്റ്റിക് 2 വീലർ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡൊമസ്റ്റിക്കലി വിൽക്കുന്ന സെയിൽസിലും ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ EV സെഗ്മെന്റിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളുടെ വിൽപ്പന എന്ന് പറയുന്നത് 11% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എക്സ്പോർട്ട് ആണെങ്കിൽ തന്നെ 21% വർധനവ് ഉണ്ടായിട്ടുണ്ട്. സോ ടോട്ടലി നമ്മുടെ ഓട്ടോ കമ്പനികൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എക്സ്പോർട്സിലും അതിൽ റിസംബിൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനം. പിന്നെ എസ്കോർട്സ് കുബോട്ട എന്ന് പറയുന്നത് നമ്മുടെ ട്രാക്ടറൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ്.
അവരും പോസിറ്റീവ്ലി ട്രാക്ടറും സെയിൽസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഡൊമസ്റ്റിക് സെയിൽസും കൂടിയിട്ടുണ്ട്, എക്സ്പോർട്സും ഗ്രോ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഈ സെഗ്മെന്റ്സ് EV അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോ സെഗ്മെന്റ്സിലെ കമ്പനികൾ തമ്മിൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. ആൻഡ് ഓരോ കമ്പനികൾ അവരുടേതായ രീതിയിൽ എക്സ്പോർട്സ് ആൻഡ് സെയിൽസ് കൂട്ടുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കോമ്പറ്റീഷൻ ഉള്ളിടത്തോളം കാലം മാർക്കറ്റിൽ ഇന്നോവേഷനും ഉണ്ടാവും. ഓരോരുത്തരും കമ്പനിയുടെ അവരുടെ പ്രൊഡക്റ്റുകൾ നല്ല രീതിയിലും ഉയർത്താൻ ശ്രമിക്കും. സോ പോസിറ്റീവായിട്ട് ഇതിനെയൊക്കെ നമുക്ക് കാണാം. പിന്നെ ബേസിക്കലി കുറച്ച് ന്യൂ സ്റ്റോക്സ് എക്സ്ട്രാ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ടിറ്റിക റെയിൽ സിസ്റ്റമാണ്. അവർക്ക് പുതിയൊരു കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. 2481 കോടിയുടെ ഒരു കോൺട്രാക്ട് നിലവിൽ കിട്ടിയിട്ടുണ്ട്. മുംബൈ മെട്രോപൊളിറ്റൻ റീജിയനുമായിട്ട് ബന്ധപ്പെട്ടാണ് പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുള്ളത്. പിന്നെ CE ഇൻഫോസിസ്റ്റത്തിന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനുമായിട്ടുള്ള ഒരു മെമ്മോറാൻഡം സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം മാപ്മേ ഇന്ത്യ ആയിട്ട് ചേർന്നിട്ട് മാപ്പിൾസ് ആപ്പ് അറിയാമല്ലോ, അപ്പോൾ അവരുമായിട്ട് ചേർത്തുള്ള പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. ആസ്ട്രോ മൈക്രോവേവിന് പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 255.56 കോടിയുടെ ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ റെയിൽടെൽ കോർപ്പറേഷൻ രാജസ്ഥാൻ കൗൺസിൽ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ടൊരു ഓർഡർ സൈൻ ചെയ്തിട്ടുണ്ട്. 32 കോടിയിലധികം വരുന്നതാണ്. ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ സെൻ ടെക്നോളജീസിന് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്ന് 2 ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ആൻറ്റി ഡ്രോൺ സിസ്റ്റംസിൻ്റെ അപ്ഗ്രേഡേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് സെൻ ടെക്നോളജീസിന് ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത്. പിന്നെ NCC ആൻഡ് NTPC എനർജി എപ്പോഴും നമ്മുടെ ന്യൂസിലുണ്ട്. അവർക്ക് പുതിയ 2 NCC ആണെങ്കിൽ അഡീഷണലി 4 ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് 710 കോടിയുടെ. NTPC ഗ്രീനാണ് ഇപ്പോൾ ഒരു പുതിയ മെമ്മോറാൻഡം സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. സോ ടോട്ടലി ഈ 2 സ്റ്റോക്സും എപ്പോഴും പുതിയ ഓർഡറുകളിൽ അല്ലെങ്കിൽ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും പുതിയ പ്രൊജക്റ്റുകളിലും നടത്തുന്നുണ്ടെന്നുള്ളത് പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ആൻഡ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് ഒരു അസസ്മെന്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ. നോട്ടീസ് ഓഫ് ഡിമാൻഡാണ് വന്നിരിക്കുന്നത്. 1986 കോടിയുടെ രൂപ ഇൻകം ടാക്സ് നോട്ടീസ് ഓഫ് ഡിമാൻഡായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2020-2021 കണക്ക് പ്രകാരമാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോ അതൊരു ചെറിയ നെഗറ്റീവാണ്. സോ അത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്താ പറയുക ടേക്ക് ഓൺ ചെയ്ത് മുൻപോട്ട് പോകും നമുക്ക് വിശ്വസിക്കാം. സോ ഇന്ന് കുറച്ചധികം ന്യൂസസ്, റിസൾട്ട് ആൻഡ് ഓട്ടോ സ്റ്റോക്സ് ഫോക്കസിലും വരാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് KFinTech എന്ന് പറഞ്ഞ കമ്പനി, കേപിറ്റ് എന്നുള്ള കമ്പനി അനലൈസ് ചെയ്യാൻ നമ്മുടെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, KFinTech. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. കേപിറ്റിൻ്റെ ഒരു ടോട്ടൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അനലൈസ് ചെയ്തിട്ട് ഒരു ഡൗട്ട്സ് ഉള്ള സ്റ്റോക്സ് നമുക്ക് ഇന്നൊന്ന് പരിശോധിക്കാൻ നോക്കാം. സോ കേപിറ്റ് നോക്കുകയാണെങ്കിൽ കേപിറ്റിൻ്റെ സ്ട്രക്ചർ വൈസ് നമുക്ക് നോക്കാം. ആദ്യം കേപിറ്റ് ഹൈ തന്നേക്കുന്ന കേപിറ്റിൻ്റെ ഹൈ 1915 ഓക്കെ. കേപിറ്റ് എന്നുള്ള സ്റ്റോക്ക് ഡൗട്ട് ക്ലിയറിങ്ങിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ആൻഡ് 1 വീക്ക് ചാർട്ട് നമുക്ക് നോക്കാം. കേപിറ്റിൻ്റെ 1 വീക്ക് ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. കേപിറ്റ് ടെക്നോളജീസ് 1 വീക്ക് നോക്കുകയാണെങ്കിൽ ഒരു ടോട്ടലി ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് നിലവിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആൻഡ് 1 ഡേ, ഇപ്പോൾ 1 ഡേ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ ഒരു സൂചന ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ്. കേപിറ്റ് ഒരു സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്ന സോൺ എന്ന് പറയുന്നത് 1025 ആണ്. 1025. സോ നമ്മളിവിടെ ഒരു പുതിയ എൻട്രീസ് ഞാനിവിടെ സജസ്റ്റ് ചെയ്യില്ല. മീൻസ് ഞാൻ നോക്കത്തില്ല. പേഴ്സണലി ഞാൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ കേപിറ്റ് ടെക്നോളജീസിൽ ഞാൻ പുതിയൊരു എൻട്രി ഒന്നും ഞാൻ നിലവിൽ നോക്കത്തില്ല. ഒന്നും കൂടെ മാർക്കറ്റിൽ എനിക്കൊരു കൺഫർമേഷൻ വേണം. ഒന്നെങ്കിൽ ഈ ബേസിൽ നിന്ന് സ്ട്രോങ് ഒരു ബൈയിങ് ക്യാൻഡിൽ കണ്ട ശേഷം മാത്രമേ ഞാൻ പുതിയ എൻട്രീസ് കേപിറ്റ് ടെക്നോളജീസിൽ നോക്കത്തുള്ളൂ. സോ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. കാര്യം ഇവിടെ എല്ലാം ഒരു നല്ല സപ്ലൈ സോൺ ഉണ്ട്. ആൻഡ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ടോട്ടലി സെല്ലിംഗ് പ്രഷർ ഇവിടെ ഉണ്ട്. ടോട്ടലി ഹൈസിൽ നിന്നൊക്കെ സെല്ലിംഗ് പ്രഷർ വലിയ രീതിയിലുണ്ട്. നിങ്ങൾ ഈ ക്യാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം മാർക്കറ്റിൽ ഒരു സ്ട്രെങ്ത് എനിക്ക് ഈ സ്റ്റോക്കിൽ തോന്നുന്നില്ല നിലവിൽ. ആൻഡ് ഞാൻ ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടൊരു ബൈയിങ് വോളിയം തന്ന് റീടെസ്റ്റിൽ ഞാൻ കൺസിഡർ ചെയ്യും. അടുത്ത വർഷം ഞാൻ കേപിറ്റ് ടെക്നോളജീസ് ഒഴിവാക്കുകയാണ് ഞാൻ തൽക്കാലം ചെയ്യാൻ പോകുന്നത്. കാര്യം ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് സോൺ വേണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു കംഫർട്ട്നെസ് ഈ സ്റ്റോക്കിൽ ഇല്ല. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത ശേഷം ഞാൻ തീരുമാനം എടുക്കത്തുള്ളൂ. ഒന്ന് മാർക്കറ്റിൽ ഒരു സ്ട്രോങ് ബൈയിങ് ക്യാൻഡിൽ തന്ന് റീടെസ്റ്റ് തന്നാൽ നമുക്ക് നോക്കാം. അല്ലാത്ത വർഷം സ്ട്രക്ചർ വൈസ് നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ ഈ സ്റ്റോക്സ് ഒഴിവാക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. ആൻഡ് എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്, ഞാൻ തൽക്കാലം ട്രേഡ് ചെയ്യുന്നത് ഒഴിവാക്കും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ വരുന്നതായിരിക്കും നല്ലൊരു കണ്ടന്റുമായിട്ട്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്സ് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടാൽ നമുക്ക് വൈകിട്ട് അനലൈസ് ചെയ്ത് ഇടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ താങ്ക് യു.